ഹലോ, വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്ന് നിച്ചു അച്ചമ്മയും കൂടെ പച്ചക്കറി പറിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചു. നമുക്ക് ആക്ച്വലി ഇത്തവണ പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് ആ വഴുതനയുടെ ഇലയിൽ ഫുള്ള് പൊടി കാണാം, അത് വെണ്ണീരാണ്. വെണ്ണീര് ഇട്ടതിന് ശേഷം നല്ല വെയിലും കൂടി ആകുമ്പം അവിടെ കീടങ്ങളോ പ്രാണികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് ചത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത്. കാരണം ഇപ്പം ഭയങ്കര കീടശല്യമാണ്. നീം ഓയിൽ അടിച്ചടിച്ചടിച്ചടിച്ചാണ് ഈ 2 തക്കാളി തൈ എന്നെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. ബാക്കി കംപ്ലീറ്റ് പോയി. ഒരുപാട് തക്കാളിയുടെ തൈ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷിഭവനിൽ നിന്ന്, പക്ഷെ എല്ലാം ഒരുവിധം പോയി. നമ്മൾ നന്നായി ടേക്ക് കെയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഒരു അസുഖങ്ങൾ വന്നു, കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതാണ് ഇനി ഇതിൽ കായ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളതും കണ്ടോ, അത്ര ഹെൽത്തി അല്ല. ഈ കാണുന്നത് വെണ്ണീരാണ്, വെണ്ണീരിട്ട് കൊടുക്കുന്ന. വെണ്ണീരും നല്ല വെയിലും കൂടി ആകുമ്പോൾ, നല്ല വെയിലുള്ള സ്ഥലത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഒരു ബെനിഫിറ്റ് നട്ടതായിരുന്നു. തടാവുന്ന സമയത്ത് നമുക്ക് വേനൽക്കാലത്ത് നന കുറച്ച് കുറയ്ക്കാം, പിന്നെ കരിയിലേക്ക് ഇട്ടിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇവിടെ തട എടുക്കുന്നതും ഏരുകൾ എടുക്കുന്ന ആൾ ഞാനാണ് കേട്ടോ. ഞാനിത് പഠിച്ചത് മൊയമുട്ടിയാക്കേൻ്റെ അടുത്തുനിന്നാണ്. ആളിപ്പോൾ ഇല്ല, ആളെ സ്മരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ പഠിച്ചെടുത്തത്. പക്ഷേ ഇപ്പോഴും ത്രൂ ഔട്ട് അങ്ങനെ തന്നെയാണ് നടാറുള്ളത്. പച്ചക്കറികൾ നടുന്ന സമയത്ത് പയറൊക്കെ ആകുമ്പോൾ ഏരെടുക്കും. തക്കാളി, വെണ്ട, വഴുതനയൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് തട എടുക്കരുത്. വേനൽക്കാലത്ത് മഞ്ഞുകാലത്ത് നമുക്ക് തട എടുക്കാം, വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്യുന്ന ആളുകളൊക്കെ അധികം വെണ്ണീര് യൂസ് ചെയ്യുന്നു. അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ മണ്ണിനെപ്പോഴും ആൽക്കലൈനിറ്റി വേണം. ആൽക്കലൈനിറ്റി ഉണ്ടാകുന്ന സമയത്താണ് പ്ലാന്റ്സ് അവിടെ ഹെൽത്തി ആയിട്ട് നിൽക്കുക. അപ്പം മണ്ണിൽ നമ്മൾ കുമ്മായമോ അല്ലെങ്കിൽ വെണ്ണീരോ ഇട്ടിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ തെങ്ങിനൊക്കെ വെണ്ണീരിട്ടിരുന്നത്. ഇപ്പം നമുക്ക് വെണ്ണീരിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ വിറക് കത്തിക്കുന്നവർക്ക് മാത്രമേ അധികം കിട്ടാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ കുഴപ്പമില്ല, വെണ്ണീര് വാങ്ങിക്കാൻ കിട്ടും, കുമ്മായവും വാങ്ങിക്കാൻ കിട്ടും. കുമ്മായം ഇടുന്ന സമയത്ത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ മണ്ണൊരുക്കുന്ന സമയത്ത് ഒരു 3 വീക്സ് മുന്നേ ഇടാൻ മറക്കരുത്. എനിക്കൊരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റിയ ഒരാളാണ് കേട്ടോ മൊയമുട്ടിയൊക്കെ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്. ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആൾ പറമ്പിൽ കൃഷി ചെയ്തുകൊണ്ടൊക്കെയായിരുന്നു. എപ്പോഴും നനച്ചുകൊണ്ടും. ഒരു പോത്തും ഉണ്ടായിരുന്നു. ഒരു ഉച്ച ഒരു 10-11 മണിയാകുമ്പം താത്ത കുടിക്കാനും കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുക്കും. അങ്ങനെ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ ഒരുപാട് ഇത് പഠിച്ചെടുത്തത്, കൃഷീൻ്റെ ബേസിക്സ് പഠിച്ചെടുത്തത്. അതിന് അന്ന് മുതൽക്കുള്ളൊരു താല്പര്യമാണ്. അന്ന് ആക്ച്വലി ഇത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നല്ല തടി ഉണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ആവുന്ന സമയത്ത് പുറത്ത് ഫാറ്റ് അടിഞ്ഞ് കൂടിയിട്ട് കൂന് പോലെ വരുമായിരുന്നു. അപ്പം അന്ന് ഈ ജിമ്മൊന്നും അത്ര അങ്ങോട്ട് ഫേമസ് അല്ലായിരുന്നു, പ്രത്യേകിച്ച് നാട്ടിൻ പുറത്ത്. അപ്പം വീട്ടിൽ നിന്നുള്ള ഓർഡറാണ് കൈക്കോട്ട് എടുക്കണം എന്നുള്ളത്. അങ്ങനെ കൈക്കോട്ടെടുത്ത് ഇപ്പം മിക്ക ദിവസങ്ങളിലും, ഇപ്പം നമുക്ക് വർക്ക് ലോഡുള്ള ദിവസങ്ങൾ ഒഴികെ മിക്ക ദിവസങ്ങളിലും കൈക്കോട്ടെടുക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതിപ്പോൾ ഒരു ശീലമായി. അതുകൊണ്ട് തന്നെ മക്കൾക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടൊരു താല്പര്യമുണ്ട്. അവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ നനയ്ക്കാനാണെങ്കിലും ഒക്കെ അവരാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ മണ്ണൊരുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇട്ടതാണ് കേട്ടോ. അവിടെ വെണ്ണീരും കുമ്മായൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മൾ ഒരു പോർഷൻ നമുക്ക് ആക്ച്വലി തീരെ പച്ചക്കറി നടാൻ അത്ര അങ്ങോട്ട് അടിപൊളിയല്ല. അപ്പോൾ നമ്മളത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അവിടെ കരിയിലൊക്കെ ഇട്ടിട്ട്, അവിടെ ചേടി മണ്ണാണ്. അപ്പം അവിടെ നമ്മളൊരു കയ്പ നട്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം. കയ്പ വളരെ ചെറുതാണ്. ഇത് മിൻ്റാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് മിൻ്റ് ടീ കുടിക്കുമ്പോൾ വീട്ടിൽ മിൻ്റ് ഉണ്ടാക്കണം എന്ന്. അങ്ങനെ മിൻ്റ് ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഇപ്പം അത്യാവശ്യം മിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പുതിന ചട്നി ഉണ്ടാക്കും, മിൻ്റ് ടീ ഉണ്ടാക്കും. പിന്നെ നമുക്ക് ചിക്കൻ ബിരിയാണിയിലേക്കൊക്കെ കുറച്ച് മിൻ്റ് അടിപൊളിയാണല്ലോ. ഇത് പപ്പായയാണ്. നിധി സൂം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ്. നിച്ചു ആണെങ്കിലും അതേ, പച്ചക്കറികളോ അല്ലെങ്കിലും കുഴിച്ചിട്ട സാധനം അങ്ങനെ പറിച്ച് അങ്ങനെ വലിയ ഉപദ്രവമൊന്നുമില്ല. അവർക്കൊക്കെ ഇപ്പോൾ ഒരു റുട്ടീനായി കഴിഞ്ഞിട്ടുണ്ട് നടുന്നത്. ഇതൊക്കെ കണ്ടോ, തടങ്ങളാണ്, ഓരോരോ തടങ്ങളാണ്. പിന്നെ അവിടെ പ്ലാവിൻ്റെ ഇലയ്ക്ക് കൊണ്ടുപോയി ഇടുന്നതാണ്. കുറച്ചും കൂടെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പണി പെൻഡിങ് ഉണ്ട്. പിന്നെ ഒരുപാട് കീടശല്യമായിരുന്നു. മഞ്ഞുകാലം ആയത് കാരണം ഒരുപാട് പ്രാണികളുടെ അറ്റാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഡെയിലി നീം ഓയിൽ അടിച്ചടിച്ചാണ് ഇപ്പോൾ അടീനിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഇവരാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ബാധിക്കാറില്ല. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, ചാനലിൽ തന്നെ. പക്ഷേ ഇത്തവണ വളരെ കുറവാണ് പ്രൊഡക്ഷൻ. നമ്മൾ ഒരുപാടെണ്ണം ഇനി നടാൻ വേണ്ടിയിട്ട് തൈ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മണ്ണ് നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം ഗ്രോ ബാഗിലും അതുപോലെ നിലത്തുമായിട്ട് നടണം. ഗ്രോ ബാഗിൽ ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ആളല്ല ഒട്ടും. പക്ഷേ ഇപ്പം പ്രാണിയുടെ ആക്രമണം കാരണം ഞാനും കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഗ്രോ ബാഗ് ആകുമ്പോൾ മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, ഒന്ന് അഫക്റ്റഡ് ആയ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 10 ഗ്രോ ബാഗോളം വാങ്ങി വെച്ചിട്ടുണ്ട്.
നിച്ചൊന്ന് ഇതും കൂടി കാണിങ്ങിട്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പച്ചക്കറി ഉണ്ടായിട്ട് അത് കട്ട് ചെയ്യാൻ. ഞാൻ അതൊന്ന് പറിക്കാൻ സമ്മതിക്കാറില്ല, കട്ടർ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാനാണ് പറയാറുള്ളത്. കാരണം എന്നാലേ ഉള്ളൂ അടുത്തതുണ്ടാവുക, പ്ലാന്റ് ഇളകാതിരിക്കുക. അതെല്ലാം നമ്മൾ മൊത്തത്തിൽ ഇളക്കം തട്ടിക്കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പ്ലാന്റിനെയും ബാധിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ